നമസ്കാരം, എല്ലാവർക്കും ഗ്രീസ് സാറാണ്. +2 പ്രാക്ടിക്കൽ ഫിസിക്സ് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കമൻസ് ഇടാം കേട്ടോ. ഒന്നും അറിയാത്ത കുട്ടികളുണ്ട്. എവിടെ തുടങ്ങണം ചെയ്തിട്ട് വെർണിയർ ചെയ്തിട്ട് സ്ക്രൂ ഗേജ് ചെയ്തു. സ്ക്രൂ ഗേജ് ചെയ്തതിനു ശേഷം വെർണിയർ മറന്നുപോയി. അതിനുശേഷം ഞങ്ങൾ സിമ്പിൾ പെല്ലിൽ ചെയ്തപ്പോൾ സ്ക്രൂ ഗേജ് മറന്നുപോയി. മൊത്തത്തിൽ എല്ലാം മറന്നു പോകുന്നു. അങ്ങനൊന്നും ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നമ്മളല്ലോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെ ആയാലും ബോട്ടണിയുടെ ആയാലും സുവോളജിയുടെ ആയാലും മാത്സിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ കട്ടായിട്ട് എല്ലാ ലാബിനും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി. ഇനി ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലിലേക്ക് നമുക്ക് പോകാം. ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 2 പ്രാക്ടിക്കൽസാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്നല്ല 2 പ്രാക്ടിക്കൽസാണ്. മൊത്തത്തിൽ എത്ര മാർക്കാണ്? 40 മാർക്കാണ്. നമ്മൾ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇത് കിട്ടാൻ എളുപ്പമാണെന്ന് ചോദിച്ചാൽ നല്ലപോലെ ചെയ്താൽ കിട്ടും. പാടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ, നമ്മൾ പഠിച്ചില്ലെങ്കിൽ നല്ല പ്രയാസമാണ്. കാരണം നമ്മൾ ആരെയും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ അധ്യാപകർക്കൊക്കെ സഹായിക്കുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. അതുകൊണ്ട് വളരെ കഷ്ടപ്പാട് അവരും ആരും പഠിച്ചുകൊണ്ട് പോയില്ലേ. അന്നേരം സാധാരണ പൊതുവെ ഇതിന് ചോദിക്കാറുള്ള പ്രാക്ടിക്കൽസ് ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങുകയാണെങ്കിൽ വെർണിയർ, സ്ക്രൂ ഗേജ്, സിമ്പിൾ പെൻഡുലം, മൊമെന്റ് ബാർ, പാരലോഗ്രാം അല്ലെങ്കിൽ കൺകറന്റ് ഫോഴ്സ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ, ചിലടത്ത് റെസൊണൻസ് കോളം, ചിലടത്ത് പ്രിസം, ഓംസ് ലോ, ഇങ്ങനെ കുറേ പ്രാക്ടിക്കൽസിന്റെ ഒരു കാര്യങ്ങളുണ്ട്. ചില കുട്ടികൾക്ക് പലതും അറിയത്തില്ല. ഇത് എല്ലാം പഠിക്കണോ സാറേ? എപ്പോഴും എല്ലാ വർഷത്തെയും കുട്ടികൾ ചോദിക്കുന്നത്. നമ്മൾ ആദ്യം ചാനൽ തുടങ്ങിയപ്പോഴും ലാബിന്റെ കാര്യം തുടങ്ങിയാൽ ഈ ലാബിന്റെ എല്ലാ പ്ലേലിസ്റ്റും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട്. ലാബുകളെല്ലാം നിങ്ങൾ കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ട് പഠിക്കാം. അന്നേരം അതല്ലാതുള്ള വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. അന്നേരം ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇതെല്ലാം ഓർത്തുള്ള ഇതിനകത്ത് 2 പ്രാക്ടിക്കൽ ചോദിക്കാം. ഈ 2 പ്രാക്ടിക്കൽ നമ്മൾ പറയുന്ന പ്രാക്ടിക്കലാണെന്ന് ചോദിക്കുന്നത് അല്ല. വരുന്ന എക്സ്റ്റേണൽ അധ്യാപകർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ടേബിളിൽ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കും. നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. അത് 2 എണ്ണം ടിക്ക് ചെയ്യും. ആ 2 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് പോകണമെന്നാണ് എൻ്റെ അർത്ഥം. അന്നേരം ഇത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റെക്കോർഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. പിന്നെ പ്രാക്ടിക്കൽ നന്നായിട്ട് ചെയ്തുകൊണ്ട് പോകണം. എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടിക്കലിന് മുമ്പ് ചെയ്യണം? എയിം എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനാണ്. ടു ഫൈൻഡ് ദി വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് യൂസിങ് വെർണിയർ കാലിപ്പസ്. അതാണ് എയിം. നമ്മുടെ ലക്ഷ്യം അതാണ്. അത് ചെയ്യാന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ അതുപോലെ എയിമായിട്ട് എഴുതുക. ചിലർ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കും പ്രൊസീജിയർ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. വേണ്ട, ഒരിടത്തും പറഞ്ഞിട്ടില്ല, സർക്കാരിന്റെ ഒരു സർക്കിളിലും പറഞ്ഞിട്ടില്ല പ്രൊസീജിയർ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. ഇപ്പം ഉദാഹരണം, ഇപ്പം കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ വെർണിയർ കാലിപ്പസ് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? വെർണിയർ കാലിപ്പസിന് MSR എടുക്കുന്നു, VSR എടുക്കുന്നു, ഒന്നും എഴുതണ്ട. നിങ്ങൾക്ക് ഏതാണ് കിട്ടിയ അതിന്റെ ഇക്വേഷൻ? വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് V = LBH, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതിനകത്ത് V വോളിയം ആണ്, അതൊക്കെ സ്പെസിഫൈ ചെയ്തിടണം. L ലെങ്ത് ആണ്, B ബ്രെഡ്ത്ത് ആണ്, H ഹൈറ്റ് ആണ്. ചിലടത്ത് ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ടാബ്ലർ കോളം വരയ്ക്കണമെന്നും നിങ്ങൾ ഇക്വേഷൻ എഴുതുന്നു F = UV/U + V. പവർ ഓഫ് എ ലെൻസ് കണ്ടുപിടിക്കണമെങ്കിൽ P = 1/F. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതണം. ടാബ്ലർ കോളം എല്ലാവരും കാണാതെ വരയ്ക്കണം. അല്ല പ്രൊസീജിയർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ലെറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട്, ഇക്വേഷനും ലെറ്റേഴ്സും എല്ലാം വ്യക്തമായിട്ട് എഴുതണം. അത് ശരിയാണെങ്കിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാവരും തെറ്റിക്കുന്നു. സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് എഴുതി മാർക്ക് പോകുന്ന കാര്യം എന്ന് പറയാം റിസൾട്ടാണ്. ലാസ്റ്റിൽ എല്ലാ രണ്ട് പ്രാക്ടിക്കലുണ്ടെങ്കിൽ എത്ര റിസൾട്ട് കാണും? 2 റിസൾട്ട് കാണും. ഈ 2 റിസൾട്ട് നല്ല വ്യക്തമായിട്ട് എഴുതിയില്ലെങ്കിൽ 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, അല്ലെങ്കിൽ 2 മാർക്ക് എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ പോകും. വരാം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഗ്രാഫ് വരയ്ക്കാനുണ്ടെങ്കിൽ മാത്രം ഗ്രാഫ് വരച്ചാൽ, അല്ലെങ്കിൽ ഗ്രാഫ് ഇല്ല അത് നമ്മൾ ടീച്ചറോട് ചോദിക്കണം ഗ്രാഫ് ഇല്ല ടീച്ചർ, ഞാൻ ഗ്രാഫ് വരച്ചോട്ടെ, അങ്ങനെ ഒന്നും പോയി അടി മേടിക്കരുത്. ഗ്രാഫ് ഉണ്ടെങ്കിൽ മാത്രം ഗ്രാഫ് വരയ്ക്കില്ല. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പ്രാക്ടിക്കലിന് പരീക്ഷയ്ക്ക് പോകാൻ. പ്രാക്ടിക്കലിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം, പരീക്ഷയ്ക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ വളരെ കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞിരുന്നതാണ്. ആദ്യമേ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ഫിസിക്സിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലും ചെറിയ ഷോർട്ട് വീഡിയോസും ഒക്കെ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കുന്ന ഒരു വീഡിയോസും ഇല്ല. എന്നാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഫുൾ പ്രാക്ടിക്കലുള്ള വീഡിയോസും ഉണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് അതിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണം. അത് ഞാൻ എല്ലാ വീഡിയോക്കകത്ത് പറഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇന്നത് ചോദിക്കുന്നില്ല. നമ്മളെല്ലാം അത്യാവശ്യം എല്ലാ പ്രാക്ടിക്കലും ചെയ്ത് പഠിച്ചോണ്ട് പോകാം. നിങ്ങളെല്ലാം ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. ഫിസിക്സ് പ്രാക്ടിക്കൽ തയ്യാറായിക്കൊള്ളുക. ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാ എക്സ്പീരിയൻസ് നിങ്ങൾക്ക്
ചെയ്ത് പഠിക്കാം. ഇത് ഒരുപക്ഷെ കുറേ പേർക്ക് CBSE-കാർക്കും കുറേ പ്രാക്ടിക്കൽ ഉപകാരമായിരിക്കാം, ISC-കാർക്ക് ഉപകാരപ്പെടും. അവരും പഠിക്കുക, എല്ലാവരും പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. ഫിസിക്സിൻ്റെ ബാക്കിയുള്ള ലാബിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരും. സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചേക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനകത്തൊക്കെ ചേർന്നേക്കുക. അതൊക്കെ നിങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ ബൂസ്റ്റപ്പ് ആയിരിക്കും. നമ്മളോടൊപ്പം കാണും മാഷ്, സംശയം വേണ്ട. നെവർ എവർ ഗിവ് അപ്പ്.